ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നേരം പരപരാ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ പുതിയ കോട്ടേഴ്സിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു വീഡിയോയുടെ ഡേ മൈ ലൈഫാണ്. കാക്കു വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു ഡേ മൈ ലൈഫ് കുറച്ച് തന്നെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ലീവ് ദിവസമാണ്, സ്കൂളില്ലാത്ത ദിവസമാണ്. കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇടണം എന്ന് വിചാരിക്കും. അപ്പോൾ വേറെ ഓരോ വീഡിയോ വരും. അപ്പോൾ അത് ആദ്യം അപ്ലോഡ് ചെയ്യും. അങ്ങനെയായിട്ട് ഇതവിടെ ബേക്കിൽ കടന്നതാണ്. കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. പുട്ടായിരുന്നു കടി. അതാ പുട്ടും തേങ്ങയും പിന്നെ പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുട്ടിട്ടത്. ഇതാ ഇങ്ങനെ ഒരു പഴം പഴുത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പഴുത്തത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ പുട്ടിടാന്ന് വിചാരിച്ച് അങ്ങനെ പുട്ടിട്ടതാണ്. അത് പിന്നെ സ്കൂളില്ലാത്ത സമയത്തല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. സ്കൂളിലപ്പോൾ പിന്നെ പുട്ടൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കൽ തുടങ്ങി. ചിക്കൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ എന്തായാലും കുറച്ച് തേങ്ങാച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ തേങ്ങാച്ചോറും ചിക്കനുമായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോറായിട്ട് മുത്തുമോനക്ക് എപ്പോഴും വേണമായിരുന്നു. തേങ്ങാച്ചോറോ അല്ലെങ്കിൽ നെയ്ച്ചോറോ മന്തി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്ന് ചിക്കൻ വെക്കണത് ഞാനെന്നല്ല, കാക്കുവാണ് ഇന്ന് ചിക്കൻ വെക്കണത്. അപ്പോൾ കാക്കു വെച്ചോളാന്ന് പറഞ്ഞ് അപ്പോൾ ചിക്കൻ വെച്ചതാണ് കേട്ടോ. കാക്കു വെക്കുകയാണ്. അപ്പോൾ അതാ ഈ ചീനച്ചട്ടിക്ക് പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. പഴയ പെരയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, പക്ഷേ ചീനച്ചട്ടിയൊക്കെ പറ്റ കേടുന്നതാണ്. അപ്പോൾ ചീനച്ചട്ടി അതുപോലെ ചായപാത്രം അതൊക്കെ ഞാൻ പുതിയത് വാങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റാത്ത സൈസ് കോലത്തിലായിരുന്നു പഴയ പെരയത്തെ ചീനച്ചട്ടിക്ക്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഞാൻ പുതിയ മേടിച്ചതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ പുതിയ പാത്രങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല ഞാൻ. ഇങ്ങോട്ട് പഴയ പെരേന്ന് അധികമൊന്നും കൊണ്ടുവന്നിട്ടില്ല, കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊണ്ടുവന്നില്ല. അപ്പോൾ അതാ നൂഡിൽസാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ റിഹാനിക്ക് പിന്നെ മുണ്ടനീരില്ലേ അതുണ്ടായിരുന്നു. അപ്പോൾ ഓനൊന്നും കഴിക്കണ്ടായിരുന്നില്ല. അങ്ങനെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയതാണ്. അതായത് വീട്ടിൽ ഈ കോട്ടേഴ്സിൻ്റെ ഉള്ളിൽ ഒറ്റ റൂമിലും അടുപ്പില്ല. അപ്പോൾ എനിക്കൊക്കെ അടുപ്പ് നിർബന്ധമാണ്. എനിക്ക് അടുപ്പില്ലാതെ പറ്റില്ല. അപ്പോൾ എനിക്ക് പുറത്ത് ഉമ്മയും കാക്കും കൂടെ ഒരു അടുപ്പ് ഉണ്ടാക്കി തന്നിരുന്നു. ഞാൻ അതിലേനും കത്തിച്ചിരുന്നു. പിന്നെ ഞാൻ വരുമ്പോൾ ഈ കോട്ടേഴ്സിൽ ആരില്ല, ഞാനാണ് ആദ്യമായിട്ട് ഇതൊക്കെ വന്നത്. പിന്നെ ഇത് ഞങ്ങൾ അയൽവാസിൻ്റെ കോട്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മറ്റുള്ള റൂമുകളിൽ കൂടെയൊക്കെ ആൾക്കാർ വന്നു. അപ്പോൾ അവർക്കൊന്നും അടുപ്പില്ലാത്തപ്പോൾ അടുപ്പ് ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് അടുപ്പും അലക്കുകല്ലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടും പുറത്ത് പുതിയത് ഉണ്ടാക്കി. അങ്ങനെ ഇതാ തേങ്ങാച്ചോറ് വെക്കണം. കുക്കറിലാണ് കേട്ടോ വെക്കണത്. ഈ അടുപ്പ് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് അടുപ്പത്തേക്ക് പോവാം. സാധാ ചോറ് തീയുമ്പോഴാണെങ്കിൽ അതവിടെ കിടന്ന് വെന്തോളല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മടിയാണ്. അപ്പം ഞാനതാ കുക്കറിൽ തേങ്ങാച്ചോറ് വെക്കുകയാണ്. കുക്കറിൽ വെച്ചാൽ അതന്നെ ഉണ്ടാവുമല്ലോ. ഒരു 2-3 അയ്യോളം കുക്കറിൽ തന്നെ വെന്തിട്ടു. അപ്പോൾ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിലാണ് തേങ്ങാച്ചോറ് വെച്ചത്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതാ ഒരു 8-9 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കി. റിച്ചൂസിന് തണ്ടവീക്കം വന്നിരുന്നു. തണ്ടവീക്കം എന്ന് പറഞ്ഞാൽ സ്കൂളില്ലാത്ത ആ ഒരു ടൈമിൽ ലാസ്റ്റ് എക്സാം ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. പിന്നെ അതാ അന്ന് ഇവിടെ അലക്കുകല്ലില്ലാത്തതുകൊണ്ട് തന്നെ ഇതാ അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തറവാട് വരൻ്റെ അവിടേക്കാണ് പോവുക. തറവാട് വരൻ്റെ അപ്പുറത്ത് അനിയൻ്റെ വരണ്ട്. അവരെ അലക്കല്ലുമ്മലാണ് ഞാൻ അലക്കിയിരുന്നത് കേട്ടോ. തറവാടേൻ്റെ അടുത്ത് അലക്കല്ലൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അലക്കല്ലുമായിരുന്നു ഞാൻ അലക്കാൻ പോയത്. അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ അടിക്കാനും കഴിഞ്ഞതിന് ശേഷമാണ് അലക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടെ അലക്കല്ല ആയതിന് ശേഷമാണ് ഇവിടെ നടക്കില്ല. അപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ചയോളം ഞാൻ അവിടെ പോയിട്ടാണ് അലക്കിയിരുന്നത്. പോകാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി പുറത്തേക്ക് വെച്ചതാണ്. അപ്പോൾ അത് പുറത്തേക്ക് വെച്ചതിന് ശേഷം സിറ്റ് ഔട്ട് തുടച്ചിട്ട് അവിടേക്ക് വെച്ച് പിന്നീട് ബാക്കിയുള്ളവിടെ ഞാൻ തുടച്ചത്. അപ്പോൾ അത് റിഹാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ അതാ അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞതാ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ വിളമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാച്ചോറ് വെച്ചിക്കണമെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്കിത് പറ്റൂല, ഞാൻ വെറും ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കുള്ളത് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്താണ് ഇത് കേട്ടോ. വൈകുന്നേരത്ത് ഉഴുന്നും അരി വെള്ളത്തിലിട്ടതായിരുന്നു. മുത്തുമോനിക്ക് ഈ നൂൽപുട്ടും പുട്ടുമൊക്കെ തിന്ന് മടുത്ത് എനിക്ക് അപ്പം വേണമെന്നോ ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അത് ആട്ടി വെച്ചു. അതിൻ്റെ ശേഷം ഇതാ 4 മണിക്ക് ചായക്ക് കടി വേണമെന്ന് പറഞ്ഞ് തിരക്കാക്കി. അപ്പോൾ പിന്നെ ഈത്തപ്പഴം പൊരിച്ച് ഇതിൻ്റെയൊക്കെ ഷോർട്സും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എടുത്ത വീഡിയോ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഇടാൻ നേരം വഴുകിയേ ഉള്ളൂ.
അപ്പം അപ്പക്കപ്പളേ മാവങ്ങ് കൂട്ടിയിട്ട് അങ്ങനെ ഈത്തപ്പഴം പൊരിച്ച് കൂട്ടി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ കടിയൊന്നും ഉണ്ടാക്കലുണ്ടായിരുന്നില്ല. സ്കൂളുള്ളപ്പോൾ എന്തായാലും ഇതൊന്നും വേണം. അപ്പോൾ പിന്നെ സ്കൂളില്ലാത്തതൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണില്ല വിചാരിച്ചിരുന്നേ. മുത്തുമോനും ഒരപ്പച്ചി എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് തൊയിരം കിട്ടിയപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് കടി ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ ഇപ്പോൾ മേലൊക്കെ പെരേക്കൊന്ന് കയറിപ്പോയി. അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം രാത്രിയിൽ റിഹാനിതാ കട്ടയും കൊണ്ട് കളിക്കുകയാണ്. റിഹാൻ കട്ടയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തും കൊണ്ട് തന്നെ പോന്നിരുന്നത്. ആദ്യം ഇവിടെ ഇരുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, പിന്നെ അത് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അതിരുന്നു അതുകൊണ്ട് കളിക്കുകയാണ്. ഇവിടെ പിന്നെ ടി വി ഇല്ലല്ലോ. ടി വി ഉണ്ടെങ്കിൽ പിന്നെ കുറേ നേരം ടി വിയുമ്പോൾ കൂടുന്നതായിരിക്കും. ടി വി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും നടക്കണില്ല. പിന്നെ ഫോണിൽ പോകാൻ എടുക്കലുമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സമയം പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.